200 വരെ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 200 വരെ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് പറയുമ്പോൾ ഹരിക്കുമ്പോൾ ശിഷ്ടമില്ല, ശിഷ്ടം 0 ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ്. അപ്പോൾ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ ശിഷ്ടമില്ല, അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ ശിഷ്ടം 0, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട്? 200 വരെ. അപ്പോൾ നമുക്ക് 9ൻ്റെ ഗുണിതങ്ങൾ എഴുതുക. 1 9 9, 29 18, 3 9 27, 4 9 36 എക്സെട്ര. ഇങ്ങനെ ഏതുവരെ? 200 വരെ വേണം. 200ൽ മീതെ പോകരുത്, 200 വരെ. അപ്പോൾ 200ന് തൊട്ട് മുമ്പ് 9ൻ്റെ ഗുണിതം, 200 അല്ലെങ്കിൽ 200ന് തൊട്ട് മുമ്പ് ഏതാണ് 9ൻ്റെ ഗുണിതം എന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് 200നെ 9 കൊണ്ട് ഹരിക്കുക. 200നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 29 18 കുറയ്ക്കുമ്പോൾ ശിഷ്ടം 2, അടുത്ത സംഖ്യ 0, 20ൽ വീണ്ടും 29 18 കുറയ്ക്കുമ്പോൾ ശിഷ്ടം 2. അപ്പോൾ 200നെ കൃത്യമായി ഹരിക്കാൻ പറ്റില്ല. 200നെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല, കാരണം ശിഷ്ടം 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശിഷ്ടം 2 പോയി കഴിഞ്ഞാൽ നിശേഷം ഹരിക്കാൻ പറ്റും. ഇവിടെ ശിഷ്ടം 2 വന്നു, ഈ 2 ശിഷ്ടം വരാൻ പാടില്ല. അപ്പോൾ ശിഷ്ടം വരാൻ പാടില്ലെങ്കിൽ 2 വരരുത്. 2 വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 200ന് 2 കുറയണം. അപ്പോൾ എന്തായിരിക്കും? 198 200ന് തൊട്ട് മുമ്പ്. 198 200ന് തൊട്ട് മുമ്പുള്ള 9ൻ്റെ ഗുണിതം. അപ്പോൾ അവിടെ 198. നമുക്ക് എന്താ കാണേണ്ടത്? എത്ര സംഖ്യകൾ, ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കാണണം. ഇത് ഗുണിതങ്ങൾ, 9ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഗുണിതങ്ങൾ എപ്പോഴും സമാന്തര ശ്രേണിയാണ്. ഗുണിതങ്ങൾ എല്ലായ്പ്പോഴും സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. എത്ര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പദങ്ങളുണ്ട്. പദങ്ങളുടെ എണ്ണം കാണാൻ സൂത്രവാക്യം നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു nth ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. പദങ്ങളുടെ എണ്ണം കാണാൻ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് 1 കൂട്ടുക. അവസാന പദം എത്രയാണ്? 198 കുറയ്ക്കണം ആദ്യ പദം 9, പൊതുവ്യത്യാസം 9 ആയിരിക്കും. ഏതിൻ്റെയാണോ ഗുണിതങ്ങൾ അതാണ് പൊതുവ്യത്യാസം. അല്ലെങ്കിൽ 18 9 കുറച്ചാൽ 9 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം 9 പ്ലസ് 1. 198 9 കുറയ്ക്കുക, ഇപ്പോൾ 189 എന്ന് വരും. ബൈ 9 പ്ലസ് 1. ഇത് ഹരിക്കുമ്പോൾ 29 18 1 9 9 21 എന്ന് വരും. കൂട്ടണം 1. ഉത്തരം 22.